നീ ചാക്കിനകത്ത് കയറി കിടന്നുറങ്ങായിരുന്നു. അപ്പൊ ആരാ വണ്ടി കളിച്ചത്? വണ്ടി ആരും തെളിക്കണ്ട, ഇത് ഓട്ടഗീറ, താനെ തെളിഞ്ഞോളും. നീ ആ 2 ചാക്കുമുട്ട് ഇറക്കിട്ടെ. ഇതിന് ഇവിടെ ഇറക്കണേ? ഇത് നിന്റെ വീട്ടിൽ ഇത് എന്റെ വീട് തന്നെ അല്ലേടാ, ഇങ്ങോട്ട് ഇറക്കിടാ. എടുത്തോ. എടാ മണി, ഞാൻ എങ്ങനെയാ പൊക്കണത്? ഒന്ന് പൊക്കിത്താ. പൊക്കിക്കോടാ. അങ്ങോട്ട് 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 എന്തേ കാട്ടണേ? കൊണ്ടുപോയി വെക്കടാ. അമ്മവാ. അയ്യോ, ഈ വാതിലൊന്ന് പൊക്കി വെച്ചോടോ മനുഷ്യ. അങ്ങോട്ട് ഒതുക്കി വെക്കടാ. 10 പൈസ ചെലവില്ലാതെ ഒതുങ്ങി കിട്ടിയതല്ലേ, ഇനി താൻ എങ്ങ് ഒതുക്കി വെച്ചാ മതി. അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചില്? എങ്ങനെ ചൊറിയാതിരിക്കും? നിങ്ങളുടെ മോൾ അവൻ കെട്ടാൻ പോണെന്നും പറഞ്ഞ് നാരങ്ങ പിഴീണ പോലല്ല അവനെ പിഴിയണത്. മോളെ കെട്ടാൻ പോണവന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കാനേ രാമവർമ്മ 2ാമത് ജനിക്കണം. ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ. അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നതേ അവൻ കൃഷി ചെയ്യുന്ന എന്റെ ഭൂമിയിലായതുകൊണ്ടാ. അതവൻ വില തന്നു വാങ്ങിയതല്ലേ? വില തന്നു വെച്ച് പണ്ട് മഹാരാജാവ് കരമൊഴിവാക്കി തന്ന പവിത്രമായ മണ്ണ് ഞാൻ വിട്ടുകൊടുത്തില്ലേ? അതിന്റെ പേരിൽ അവന് നന്ദി കാണിച്ചാൽ നിനക്കെന്താണ് ആ പന്നി ഇത്ര തരണം? പോയി മറ്റേതാക്കി എടുത്തോളൂടാ. അരിയും കുഴമ്പും ചുരിദാറും കാശൊക്കെ കരക്കാർക്ക്. അവന് ഈ കാളയ്ക്ക് 2 മണി വാങ്ങാൻ പറഞ്ഞിട്ട് മിണ്ടിയിട്ടില്ല. അങ്ങോട്ട് പോകാനാണ്. കട്ടവണ്ടി കട്ടവണ്ടി നമ്മാച്ച കാളവണ്ടി. മായ അവിടെ ഇല്ല. അവള് നിന്റെ വീട്ടിലാ. അമ്മ അവിടെ തനിച്ചുള്ളൂന്ന് പറഞ്ഞ അവള് നിന്റെ വീട്ടിലോട്ട് പോയി. എന്നാ ഞാൻ തോട്ടത്തിൽ പോയി ഈ മരുന്നൊന്ന് തെളിച്ചിട്ട് വരാം. അല്ല, അവൻ അത്രയ്ക്കും ടാറ്റയോ ബിർലയോ ഒന്നല്ലല്ലോ. ആ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവനെ വാങ്ങിച്ചു കൊടുക്കണത്. അല്ല പുന്നമ്മേ, റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന പോലെ അനീറ്റിമാര് കൈ നീട്ടി ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കണത്. ഛേ, എനിക്ക് എന്റെ തോലുരിഞ്ഞു പോയി. നാട്ടില് വേറെ ആമ്പിള്ളേരും പ്രേമിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നുണ്ട്. അതുപോലെയാണിത്. കെട്ടുന്നതിന് മുൻപ് അവൻ ആ വീട്ടിൽ നാഥനായി, കെട്ടിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നാഥല്ല ഉണ്ടാവും. ഛേ, ഓർക്കുമ്പോ എന്റെ തോലുരിഞ്ഞു പോവാ. അപ്പൊ തോലുരിയ നീ എന്താ വല്ല പാമ്പ് സർപ്പമറ്റാണോ? രാവകലോളം അവന്റെ കൂടെ നടന്നിട്ട് ഇത്തിരി സമയം കിട്ടിയ അവനെ പറ്റി പരദൂഷണം. ഇത് ശരിയാണോ മണി? അത് ശരി. അപ്പൊ നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ? എന്താ? അല്ല, അവന്റെ ഈ പോക്ക് പാതാളത്തിക്കാന്ന് ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാനേ പാതാള ഭൈരവിയുടെ കഥ പറയായിരുന്നേ. അതെ, ബാക്കി ഞാൻ പറഞ്ഞടാ. അമ്മയടുത്ത് നിന്റെ ഒരു പരദൂഷണം. ഞാൻ ഇടിക്കൂട്ടോ. നീ എന്നെ ഇടിക്കുമല്ലേ? ആ ഇടല്ല, അരിടി. അപ്പുന്നമ്മ ഞാൻ പിന്നെ ഒന്ന് ഇടിച്ചു കേട്ടോ. രാജാവിന്റെ മകനെ. അതെടാ, രാജാവിന്റെ മകൻ തന്നെയാ നിന്റെ ഒക്കെ തമ്പ. നീയൊക്കെ എന്ത് വിചാരിച്ചടാ? എന്താണോ രാവിലെ കുട്ടികളുമായിട്ട് ഏറ്റുപിടിച്ചിരിക്കുന്നത്? കുട്ടികളോ? ഇതാ കുട്ടികള്, തന്തയ്ക്ക് പറക്കാത്തോമാര്. കളചേട്ടാ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവര് വിളിക്കുന്നില്ല, എന്താ തെറ്റ്? പറഞ്ഞു വരുമ്പോ ചേട്ടൻ ശരിക്കും രാജാവിന്റെ മകൻ തന്നെയല്ലേ? അങ്ങനെ ചോദിച്ചാ അതെ. സംഗതി കളിയാക്കിയിട്ടാണെങ്കിലും ആ വിളി കേൾക്കുമ്പോ ഒരു സുഖമില്ലാതില്ല. രാമവർമ്മ ചേട്ടാ, ഒരു കത്തുണ്ട്. രാമവർമ്മ വിളടാ. എന്നാ രാമവർമ്മ ചേട്ടാ, ഒരു കത്തുണ്ട്. വീട്ടിൽ കൊണ്ടേ കൊടുക്കടാ. മുടി മുറിക്കുമ്പോഴാണ് കത്ത് തരണേ. ഇത് രജിസ്റ്റേർഡാ. രജിസ്റ്റേർഡോ? എനിക്കിപ്പോ താരാ രജിസ്റ്റേർഡ് അയക്കാൻ? എന്നാ മകളുടെ രേഷ്മ മാരേജ് കഴിഞ്ഞു കാണും. കൊട്ടാരത്തിൽ നിന്നാ, ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന്. കൊട്ടാരത്തിൽ നിന്നോ? ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ചേട്ടാ, ഇതിലൊന്ന് ഒപ്പിട്ടേ, എന്നിട്ട് സ്വപ്നം കാണാം. പൊട്ടിച്ചു വായിക്കേ. ഇപ്പൊ വേണ്ട. ഞങ്ങൾ രാജവംശത്തിൽപ്പെട്ടവരാണെന്ന് എത്ര വട്ടം പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുത്തനുണ്ട്, അപ്പു. അവൻ തന്നെ പൊട്ടിച്ചു വായിക്കട്ടെ. എന്താ അപ്പു, എന്താ വിശേഷം? ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് പാലസ് സെക്രട്ടറി നാളെ ഇങ്ങോട്ട് വരുന്നു. ഈശ്വര, എന്തിനാണാവോ പുറപ്പാട്? പണ്ടിവിടത്തെ മുത്തശ്ശിയെ രാജാവ് കണ്ട് മോഹിച്ച് സംബന്ധം ചെയ്തതല്ലേ? അതെ. ആ വകയിൽ ഏക്കർ കണക്കിന് ഭൂമി കര ഒഴിവാക്കി തന്നിട്ടില്ലേ? അതെ അതെ. അതൊക്കെ വിറ്റും കളഞ്ഞു. ഒരു പക്ഷേ അതൊക്കെ പാട്ടത്തിന് തന്നാവും. ഇപ്പൊ അത് തിരിച്ചെടുക്കാനോ ജപ്തി ചെയ്യാനോ ആയിരിക്കും സെക്രട്ടറിയുടെ ഈ വരവ്. എന്റെ ഈശ്വര, അതിപ്പോ
കൊട്ടാരത്തിൽ നിന്ന് ആരാണ്ട് വരുന്നോ അതിന് വേണ്ടിട്ടൊക്കെ അല്ല രാമൂട്ടി ചേട്ടാ, വാർമയെന്ന് വിടാ. അല്ല ഓർമ്മ ചേട്ടാ, ഈ ജപ്തി ചെയ്യാൻ പോണ വീട് നിന്ന് എങ്ങനെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കണത്? എടാ, അയൽ രാജാക്കന്മാർ യുദ്ധത്തിന് വരികയാണെങ്കിൽ പോലും ഞങ്ങള് രാജാക്കന്മാര് ചില അന്തസ് കാണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും രാജവംശത്തിൽ പെട്ടതാ. അതെങ്ങനെ? എന്റെ അമ്മ കൊട്ടാരത്തിൽ അടിച്ചളിക്കാരിയായിരുന്നു. ഒന്ന് പോടാ അവിടുന്ന്. കണ്ട മൊശകോടന്മാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആട്ടെ, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് അവസാനമായ ഒരു ചായ കുടിക്കാൻ വന്നതാ. ജപ്തി ചെയ്യാൻ പോവല്ലേ? ഒന്ന് വേഗം പാടും. മതി മതി മതി, വേഗം തുടങ്ങിക്കോ. എന്താ അപ്പോ ഇത്? എന്തിനാ ഇതൊക്കെ? പന്തലിടാൻ. പന്തലോ? എന്തിന്? പിന്നെ പന്തലിടാതെ കല്യാണം നടത്താൻ പറ്റുമോ? അപ്പോ ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും പോകണ്ട. ഞാനായിട്ടൊരു കുഴപ്പത്തിനും പോകുന്നില്ല, ആരും ഇങ്ങോട്ട് വരായിരുന്നാ മതി. തൂണൊക്കെ നല്ലോണം കുഴിച്ചിടാ. പന്തലിനൊക്കെ നല്ല ബലം വേണം, ഒരു ഉഗ്ര അടിമേളം നടക്കാനുള്ള. ഇതൊക്കെ അവിടെ ഇവിടെ കുഴിച്ചിടാ, അത്യാവശ്യത്തിന് എടുക്കാം. അമ്മ ഭയപ്പെടുകയൊന്നും വേണ്ട, എന്റെ മായയുടെ കല്യാണമായി ഈശ്വരൻ കുറിച്ചിട്ടതാ, അത് നടക്കും. അമ്മാവാ, മാവോ, അമ്മായി, അമ്മായി. എന്താ അമ്മാവാ, എന്റെ കല്യാണമാ. കല്യാണോ? അതെ, അമ്മാവൻ വരണം, അനുഗ്രഹിക്കണം. നീ അല്ലെങ്കിലും വകതിലുള്ളവനാ. നീ ഇങ്ങനെ വന്ന കാലിൽ നിന്നാ എങ്ങനെയാ? കേറിയിരിക്കേ. ഓ വാ. ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം, അതേ എളുപ്പം. അപ്പുന്റെ കല്യാണ. MAYA മയ്യേ. അതെന്ത് പേരാടാ? മായയോ? നീ ആ പേരുള്ള പെണ്ണെ തന്നെ സംഘടിപ്പിച്ചല്ലോടാ. എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. പെണ്ണിന്റെ അച്ഛന്റെ പേര് രാമവർമ്മ എന്നാടാ? അതെ, എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. എടാ, എന്റെ മകളുടെ കല്യാണക്കുറി നീ അടിച്ച് നീ എന്നെ തന്നെ ക്ഷണിക്കും അല്ലേ? ക്ഷണിച്ചില്ലെങ്കിൽ മര്യാദക്കാരാവില്ല എന്ന് കരുതിയാ. ഏയ്, അമ്മാവൻ വെള്ളം വെക്കരുത്. നിങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ച കല്യാണമല്ലേ അത്? നിങ്ങൾ എല്ലാരും കൂടി തന്നെ നടത്തി തരണം. കല്യാണോ? ഏത് കല്യാണം? വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറ. എങ്കിൽ ഞാൻ പറയാം. അയ്യപ്പ ടാക്കീസിൽ പടം മാറി, പുതിയ പടം, രാജാവിന്റെ മകൻ. ആളിയൻ എന്തായി കാണിക്കുന്നേ? പട പോവാ. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? ഇയാളെ മനസ്സിലായോ? ഞാൻ പറയണ്ട പറയണ്ട, മനസ്സിലായിരിക്കുന്നു. പ്രഭാകര ഓർമ്മയല്ലേ? പറഞ്ഞത് ശരിയാ, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പ്രഭാകരവർമ്മയല്ല, അദ്ദേഹത്തിന്റെ മകനാ മോഹനവർമ്മ. വലിയേട്ടൻ അത്രയെങ്കിലും പറഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യ. അതെ. വരണം വരണം, നേരത്തെ എത്തിയല്ലോ. നിന്റെ അച്ഛനും ഇതുപോലെ തന്നെയാ, ഏത് കാര്യത്തിലും വളരെ നേരത്തെ ഇരിക്കണ്ട. ഒറ്റ നോട്ടം പറഞ്ഞിരിക്കും ആളെ മനസ്സിലാക്കാൻ. ജനാർദ്ദന്റെ മോനല്ലേ? ജനാർദ്ദനന്റെ മകനല്ല, ജനാർദ്ദനൻ തന്നെ. മുടി ഒന്ന് ഡൈ ചെയ്തേ ഉള്ളൂ. വലിയ മാമേ, എടാ ബാല, നീ അങ്ങ് വളർന്നു പോയല്ലോ. കല്യാണപ്രായം എന്ന് അച്ഛനമ്മ ഇങ്ങോട്ട് പറയണ്ടായി. അപ്പൊ തന്നെ ഞാൻ ജാതകം എടുത്തുകൊണ്ട് പോകുന്നു. എങ്കി പിന്നെ പെണ്ണിനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? കല്യാണം ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ നടത്താമായിരുന്നല്ലോ. പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇവിടെ അവകാശമാകാൻ പോകുന്ന പെണ്ണിന് ഇവനല്ലേ ഏറ്റവും യോജിക്കുക. ആ, എനിക്ക് ആ കുട്ടിയെ കാണുന്നത് എടുക്കായി. അച്ഛാ, അമ്മേ, വരും, നമുക്ക് ആ കുട്ടിയെ കാണണ്ടേ? പിന്നെ കുട്ടി. ഇപ്പൊ തന്നെ ജില്ലാ സമ്മേളനം നടത്താനുള്ള ആളുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ആളുകൾ വരുന്ന പോലെ പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്കുക. അതിനിടെ ചെന്ന് മായനെ തട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞ ജന്മത്തിൽ നടക്കുന്നോന്നല്ല കേട്ടോ. കരുനാവ് പളച്ചൊന്നും പറയാതറ. ഇനി ഇവിടെ നിന്ന് എന്റെ നാക്ക് ഉണങ്ങി കരിഞ്ഞ് ശരിക്ക് കരിനാക്കാവും. ഒരു ചായ കുടിച്ചിട്ട് വരടാ, എന്നിട്ട് മായ നോക്കാം.